വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അവിടെ വേണ്ട സുരക്ഷ ക്രമീകരണങ്ങൾ മറ്റ് അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ പരിശോധിക്കുന്നതിനും ഒക്കെയായിട്ട് ഒരു ഔദ്യോഗികമായൊരു യോഗം ഇതിന് മുന്നോടിയായി നടത്തപ്പെട്ടിരുന്നു. ആ യോഗത്തിൽ അനധികൃതമായി മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമോനും പങ്കെടുത്തു. വളരെ സുരക്ഷാ മേഖലയിൽ നടക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ഇതിനെ സംബന്ധിച്ച് മലയാള മനോരമയുടെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം. മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചത് വിവാദത്തിൽ. ഉദ്യോഗസ്ഥർ തുറമുഖ പ്രവർത്തനം വിശദീകരിക്കുമ്പോൾ കുടുംബം അടുത്തിരുന്നതിലാണ് വിവാദം. മുഖ്യമന്ത്രി എത്തിയത് പ്രധാനമന്ത്രി വരുന്നതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായിരുന്നു. കോൺഫറൻസ് ഹാളിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും കൊച്ചുമകനും യോഗത്തിൽ പങ്കെടുത്തു. ഇത് വളരെ അതീവ സുരക്ഷാ മേഖല, പ്രത്യേകിച്ചും ഈ പോർട്ട് ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെയുള്ള റൂമൊക്കെ എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ എങ്ങനെയാണ് ഒരു ഔദ്യോഗികമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്യാനെത്തുമ്പോൾ, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ എത്തുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് കുടുംബത്തിൽ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഭാര്യയ്ക്ക്, മകൾക്ക്, കൊച്ചുമകനൊക്കെ എങ്ങനെയാണ് അതിനകത്ത് പ്രവേശനം കിട്ടുക, എങ്ങനെ പ്രവേശിപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഇത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടൊക്കെ വിവാദമാകുന്നു, കണക്കാക്കപ്പെടുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ അല്പം നേരത്തെ സ്ഥലം പിടിച്ചു. അത് അനധികൃതമായ ഒരു കയറിയിരിക്കലല്ല. അദ്ദേഹത്തിന് വേണ്ടി ഇയർമാർക്ക് ചെയ്തിട്ടുള്ള സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. പരിപാടിക്ക് അല്പം മുമ്പേ എത്തിപ്പോയത് ഒരു കുറ്റമാണോ? പരിപാടി തുടങ്ങേണ്ട സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത്, കറക്റ്റ് ടൈമിന്. അപ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല, വേദിയിൽ മറ്റുള്ളവർ വരാൻ സമയമെടുത്തു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇരുന്നു പോയത് വലിയ കുറ്റമായിട്ടാണ് നമ്മുടെ മന്ത്രി റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമോൻ്റെ ആരോപണം. അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇദ്ദേഹത്തിന് അവിടെ സീറ്റ് നൽകിയത് ജനാധിപത്യ വിരുദ്ധമാണ്, അദ്ദേഹം അവിടെ കയറിയിരുന്നത് അല്പത്വമാണ്, ഇരിക്കുക മാത്രമല്ല അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെയുള്ള കടുത്ത ആരോപണങ്ങളാണ് ഇദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെയും BJPക്കെതിരെയും ഒക്കെ ഉന്നയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ മുദ്രാവാക്യമൊന്നും വിളിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലിരിക്കുമ്പോൾ സദസ്സിലുള്ള പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. അത് അദ്ദേഹം കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ രാജീവ് ചന്ദ്രശേഖർ ഇരുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരിട്ട് തന്നെ നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ നിങ്ങൾ ആ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട, കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം. എന്നാൽ ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക, മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക, ഇതൊക്കെ അല്പത്തരമല്ലേ? ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും റിയാസ് എന്ത് മനസ്സിലാക്കുന്നു? രാജീവ് ചന്ദ്രശേഖരൻ കാണിച്ചത് ജനാധിപത്യ വിരുദ്ധവും അല്പത്തരവും ഒക്കെയാണെന്നാണ് താങ്കളുടെ വിവക്ഷ. അപ്പോൾ താങ്കളുടെ അമ്മാവിയമ്മയും താങ്കളുടെ ഭാര്യയും താങ്കളുടെ കൊച്ചളിയനും കാണിച്ചതിന് താങ്കൾ എന്ത് നാമകരണം അതിന് നൽകും? അതിനെക്കുറിച്ച് എന്ത് വിവരണം താങ്കൾക്ക് നൽകും? റിയാസെ, താങ്കൾക്ക് ഇത്രയും ബുദ്ധിശൂന്യനും ശുംഭനുമായി പോയല്ലോ. രാജീവ് ചന്ദ്രശേഖർ ആഫ്റ്റർ ഓൾ ദ ലീഡർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി BJP ഇൻ കേരള. താങ്കളുടെ അമ്മാവിയമ്മയും താങ്കളുടെ ഭാര്യയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആണ് മിസ്റ്റർ പ്രവർത്തിക്കുന്നത്? അവർക്ക് എന്ത് അധികാരമാണുള്ളത്? മുഖ്യമന്ത്രിയുടെ ഭാര്യയോ, മുഖ്യമന്ത്രിയുടെ മോളോ, കൊച്ചുമോനോ? അവർക്കൊക്കെ ഔദ്യോഗിക പരിപാടി, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെ ഇൻവോൾവ് ചെയ്യുന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവർക്ക് എന്ത് അധികാരം? സുരക്ഷിതത്വത്തിനുള്ള ഡ്രസ്സ് പോലും അവർ അണിഞ്ഞിരിക്കുന്നു. അനധികൃതമല്ലേ ഇത്? അങ്ങേ അറ്റത്തെ ബ്ലണ്ടർ കാണിച്ചേച്ച്, അങ്ങേ അറ്റത്തെ ശുംഭത്തരം കാണിച്ചേച്ച് സ്റ്റേജിൽ കയറി ക്ഷണിക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ ഇരുന്നതിനെ വിമർശിക്കുന്ന താങ്കളെ ഉപമിക്കേണ്ടത് മൂക്കറ്റം ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾ
കാലിൽ ഒരല്പം ചെളി പറ്റി നടന്നു പോകുന്ന ഒരാളിനെ കുറിച്ച് ദോ അയാളുടെ കാലെ ചെളിയിരിക്കുന്നേ എന്ന് പറയുന്ന പോലുള്ള വിഡ്ഢിത്തരമല്ലേ മിസ്റ്റർ റിയാസ് കാണിക്കുന്നത്? താങ്കളെ പോലെയുള്ള ശുംഭന്മാരെയാണല്ലോ ഈ കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് ഈ മന്ത്രിയായി കിട്ടിയത് എന്ന് ഓർക്കുമ്പോൾ ദുഃഖം തോന്നുന്നു മിസ്റ്റർ.